ആ ഇപ്പൊ കേക്കാം പറ. എന്ത് എന്റെ സിധു, നീ ഒന്ന് നിർത്തി നിർത്തി പറയുന്നത് മനസ്സിലാവല്ല. കുഴിപ്പടത്താ? അതിന് നീ എപ്പോഴും കുഴിപ്പടത്ത് പോയേ? അതിന് ഞാൻ എന്തിനാ കുഴിപ്പടത്തേക്ക് വരണേ? ആ നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാൻ പോടെ? എടാ അതിന് ഞാൻ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ്? ഹലോ, എന്തത്? സിദ്ധു, അവൻ കുഴിപ്പടത്തെത്തിന്ന് എന്റെ അടുത്തും കുഴിപ്പടത്തേക്ക് എല്ലാം പറഞ്ഞ്. അതല്ല എനിക്ക് മനസ്സിലാവത്തെ. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പോവാ, എന്റെ അടുത്തും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ആ അളയൻ കുഴിപ്പടത്ത് പോയ എന്തിന്? ആ എനിക്കറിയോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞ? ആ ചേച്ചി സ്വിച്ച് ഓഫ് ചെയ്യാൻ പോണോ? അല്ല, ഇനിയിപ്പോ സിദ്ധു എങ്ങാനും വിളിച്ചതിന് എനിക്കറിയില്ലല്ലോ. ഞാൻ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കണേ? അളിയൻ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാൻ പറഞ്ഞത്? അതല്ലേ പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ലെന്ന്. ചേച്ചി, ഞാൻ ഈ നേരത്തെ മെർലിനെ വിളിച്ചായിരുന്നു. അപ്പൊ മെർലിൻ എടുത്തില്ല. അളിയ അങ്ങോട്ട് പോയതല്ലായിരുന്നോ? അതെ, മെർലിന്റെ ഡാഡി അടുത്ത് സംസാരിക്കാൻ പോയത്. അതെ, സിദ്ധു നിന്റെ കൂടെ അല്ല വന്നേ? ഇവിടെ ഇല്ലേ? ഇല്ല. അല്ല, ഇപ്പൊ വിളിച്ചപ്പോ കുഴിപ്പടത്ത് പോയെന്ന് പറഞ്ഞു. എന്ത് പറ്റി? കുഴിപ്പള്ളത്താ? ആകെ പ്രശ്നായി. എന്റെ പൊന്നു മെർലിനെ, നീ ആദ്യം കാര്യം പറ. ഞാനും സിദ്ധുളിനും കൂടി എന്റെ വീട്ടിൽ പോയില്ലേ സംസാരിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോ ഡാഡി അവിടെ ഉണ്ട്. അങ്ങനെ സിദ്ധുളിയും ഡാഡിയോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഡാഡിക്ക് മനസ്സിലാവണത് ഇവന്റെ അളിയനാണ് സിദ്ധുളിയെന്ന്. അപ്പൊ അത് ആദ്യം പറഞ്ഞില്ലായിരുന്നു അതെന്റെ അളിയനാണെന്ന്? ഇല്ലെന്നേ, നിന്റെ അളിയനാന്ന് അറിഞ്ഞതും ഡാഡിക്ക് ആകെ പൊളിഞ്ഞ് ഇതെന്റെ വീടാ, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് സിദ്ധുളിനെ പിടിച്ചൊരു ഒറ്റ തള്ളല്. ദൈവമേ, എന്നിട്ടെന്താ, സിദ്ധുളിയൻ ആകെ ദേഷ്യം വന്ന് ഗേറ്റിന്റെ വെളിയിൽ പോയി റോഡിൽ പോയി നിന്ന്. എന്നിട്ട് ഇത് നിന്റെ തന്തയുടെ വകയല്ലല്ലോടെ വിൻസെന്റ് തോമസെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാന്ന്. തന്തയ്ക്ക് വിളിച്ചവൻ. ആ ഓ ഷിറ്റ്. തന്തയ്ക്ക് വിളി കേട്ട ഡാഡി അതേ ഫോഴ്സിൽ ഓടിച്ചെന്ന് സിദ്ധുളിനെ ഒരു ഒറ്റ തള്ളല്. എന്നിട്ട് മല പോലെ നിൽക്കണ സിദ്ധുളിനെ എങ്ങനെ അനങ്ങാൻ? ആ ദേഷ്യത്തില് സിദ്ധുളിൻ ഡാഡിയെ വെറുതെ ഒന്ന് തോണ്ടി. ഡാഡി ദേ പറന്ന് ഗേറ്റുമ്പോ പോയി കിടന്ന്. എന്നിട്ട് ഡാഡി ഓടി വീട്ടിൽ കയറി. എന്നിട്ട് അവിടുന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നിനക്കെതിരെ ഞാൻ വീട്ടിൽ കയറി അതിക്രമിച്ചതിന് കേസ് കൊടുക്കുന്നു. അത് കേട്ടതും അളിയൻ ഒരു ഒറ്റ ഓട്ടം കൊടുത്തതാ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടോന്ന് അറിയാനാ ഇങ്ങോട്ട് വന്ന്. അപ്പാ ഓടിയ ഓട്ടം നേരെ കുഴിപ്പടത്തേക്കാടാ പോയത്. ആകപ്പാടുള്ള ഒരു അവസാനത്തെ പ്രതീക്ഷയായിരുന്നു, അതും കൊണ്ടുപോയി കളഞ്ഞു. ഇങ്ങനാണോ ചേച്ചി? കാര്യമൊക്കെ പറഞ്ഞ ഇപ്പൊ സെറ്റാക്കി തരാടാ എന്ന് പറഞ്ഞു ഇവിടുന്ന് പോയത്?